ഗണേശനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഷിബു ബേബിയാണ് സോളാർ കമ്മീഷന് മൊഴി കൊടുത്തപ്പോഴും അത്തരമൊരു ആരോപണം ആവർത്തിച്ചു. സരിതയുമായിട്ട് ഗണേശന് വളരെ അടുത്ത ബന്ധം. അല്ല, അങ്ങനെയാണെങ്കിൽ സരിത നാട്ടിലുള്ളവരുടെ പേര് മുഴുവൻ പറഞ്ഞില്ലോ, അവൻ്റെ പേര് പറയണ്ടേ? ഷിബു ബേബിയോട് ഇനി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. സരിത പറഞ്ഞില്ലല്ലോ. സരിത വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചവരോടൊക്കെ, ഗണേശനെ എനിക്കറിയാം, സുഹൃത്ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല. ഗണേശൻ്റെ വീട്ടിൽ സോളാർ വെച്ച് പിടിപ്പിച്ചു കൊടുത്തത് ഇവിടെ. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം. എനിക്ക് സരിതയെ അറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാം. പക്ഷേ നാട്ടിലുള്ളവരുടെ എല്ലാ പേരുകൾ പറഞ്ഞിട്ടും ഗണേശൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞേനില്ല. അല്ലെങ്കിൽ സരിത കേരള കോൺഗ്രസ്സുകാരിയൊന്നും അല്ലല്ലോ. അത് ഷിബു ബേബി ജോണിന് അറിയാവുന്ന പോലത്തെ പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷിബു ബേബി ജോണിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, ബേബി ജോണിൻ്റെ മകനെന്ന് വിളിക്കാൻ പറയുന്നില്ല. പക്ഷേ ഷിബു ബേബി ജോണിൻ്റെ അഹങ്കാരവും, അതായത് പണം വെച്ച് ചീട്ട് കളിക്കാൻ ദുബൈയിൽ വരെ പോവുകയും ഒക്കെ ചെയ്യുന്ന പണത്തിൻ്റെ അഹങ്കാരം ഒരിക്കൽ അങ്ങ് കൊഴിഞ്ഞു പോയതാ. എന്നോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ വലിയ കുഴപ്പമാണ്, എങ്ങനെയെങ്കിലും ഈ കടമൊക്കെ ഒന്ന് തീർക്കണോ. ഷിബു ബേബി ജോൺ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം. ഷിബു ബേബി ജോണ് കാണിച്ച അഹങ്കാരത്തിൻ്റെ ഫലമാണ് ചവറയിൽ എല്ലാ അറസ്റ്റും കൂടെ ചേർന്നിട്ടും ജാതി പറഞ്ഞിട്ടും ഒക്കെ നോക്കിയിട്ടും തോറ്റുപോയത്. ഞങ്ങളൊക്കെ ഇറങ്ങി, അത് വേറൊരു കാര്യം. ജാതി ഷിബുവിൻ്റെ ഉമ്മൻചാണ്ടിയും ഷിബു എല്ലാം കൊണ്ടൊരു ജാതിയാണല്ലോ മധ്യതിരുവിതാംകൂർ അവരെ തോൽപ്പിച്ചത്. എന്നാൽ സ്വന്തം സമുദായം അംഗീകരിച്ചില്ല. സ്വന്തം സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിതാവ് പറഞ്ഞത്, ഞങ്ങൾ ഇന്നലെ വരെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾ അനാഥരായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ സഭയിലുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾ അനാഥരായിരുന്നു, ഇപ്പം പിണറായി വന്നുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുവരും ഞങ്ങൾ സനാഥരായി എന്നാണ് സ്വന്തം മാമോദിസ മുഖ്യ സമുദായത്തിൻ്റെ തലവനായ കാതോലിക്ക ബാവ പറഞ്ഞത്. ആ ആളുമായിട്ടായിരുന്നു ജാതി ഉണ്ടാക്കി ഇവിടെ ഉമ്മൻചാണ്ടി മധ്യതിരുവിതാംകൂറിൽ ജാതി ഉണ്ടാക്കിയത്. പക്ഷെ ആ ജാതി കൊണ്ട് ആരും ജയിച്ചില്ല. ഷിബു പറഞ്ഞത്, അങ്ങ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സരിതയുടെ കത്ത് വായിച്ചതാണ് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഷിബു ബേബിയോട് പറഞ്ഞത് ആ കത്തിൽ ഷിബു ബേബിയുടെ പേരുണ്ടായിരുന്നു എന്ന് ഒരു ആരോപണം നേരത്തെ വന്നു. എനിക്കറിയില്ല, ഞാൻ വായിച്ച കത്തിലില്ല. ഷിബുവിൻ്റെ പേരില്ല. ഷിബു പറഞ്ഞത് സരിതയും ഗണേഷുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യാമിനിയായിട്ട് ഉള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സരിതയായിരുന്നു. അപ്പോൾ ഞാൻ സരിതയെ ഒഴിവാക്കിയിട്ട് ഗണേശനും യാമിനിയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കം നടത്തിയപ്പോഴാണ് ഗണേശൻ എൻ്റെ ശത്രുവായതെന്നാണ് ഷിബു ബേബി സോളാർ. അത് പറയുന്നത് ശരിയല്ല. കാര്യം യാമിനിയെ ഒഴിയാനും യാമിനിയുടെ സ്വത്തുക്കൾ, ഞാൻ കൊടുത്ത സ്വത്തുക്കൾ മകനെ മേടിച്ചു കൊടുക്കാനും ഗണേശനെ കൊണ്ട് രാജിവെപ്പിക്കാനും വളരെ ബുദ്ധിപൂർവമായി പ്രവർത്തിച്ച ആളാണ് ഷിബു എന്നാണ് എൻ്റെ വിശ്വാസം. ആ വന്ന് കൂടെ ഉണ്ടായിരുന്ന പല മന്ത്രിമാരും എന്നോട് പറഞ്ഞത്. ഇവനെ കൂടെ കൊണ്ടു നടന്ന് ഒരു പരുവമാക്കിയതിന് ശേഷം ഇവനെ കൈവിട്ടതാണ് ഷിബു ചെയ്തത്. അതിന് സരിതയായിട്ട് ബന്ധമൊന്നുള്ളവർ എനിക്ക് കിട്ടിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ല, ഞാൻ കള്ളം പറയില്ല. ഷിബുവിൻ്റെ പേരില്ല, ഗണേശൻ്റെ പേരില്ല, അതൊന്നുമില്ല. കത്ത് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ കത്ത ഉണ്ടെങ്കിൽ തന്നെ അന്ന് വരേണ്ടതാണ്. പിന്നെ എഴുതി ചേർത്തുകൊണ്ട് കാര്യമില്ല. മറ്റീ പറയുന്ന കഥാപാത്രങ്ങളുടെ എല്ലാ പേരുകളുണ്ട്. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഈ അശ്ലീലമായ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി ശിവരാജൻ പറഞ്ഞാൽ ഒന്നും ചോദിക്കില്ല. ക്ലാരിഫിക്കേഷൻ വേണ്ടി സാറോട് ഒന്നുകൂടെ ചോദിക്കുകയാണ് ഞാൻ. ഷിബു വളരെ ഗുരുതരമായ ആരോപണമാണ് ഗണേശനെതിരെ ഉന്നയിച്ചത്. അതായത് യാമിനിയായിട്ടുള്ള ബന്ധം തകരാൻ കാരണം സരിതയാണ്. സരിതയോട് കർക്കശമായി പെരുമാറിയതുകൊണ്ടാണ് ഗണേശ് എൻ്റെ ശത്രുവായത്. ഒരു കാരണവശാലും സരിതയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ ഗണേശ് തയ്യാറായില്ല. സരിതയ്ക്ക് കൊല്ലത്തൊരു വീടെടുത്ത് കൊടുത്തത് ഗണേശാണ്. കൊല്ലത്ത് എവിടെ താമസിക്കാൻ കൊല്ലത്തല്ല. ഈ സരിത കത്ത് കൊടുക്കുകയും ഒരു ബാധ്യത വരികയും ചെയ്തപ്പോൾ ഈ തലവൂരുള്ള എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലാണ് ജയിലിൽ നിന്നിറങ്ങി ആദ്യത്തെ കുറേ ദിവസം താമസിച്ചത്. അതാണ് അത് കോടതി നേരത്തെ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇതേ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്നതല്ല, കൊല്ലത്തൊന്നും വീടൊന്നും എടുത്തു. അവൻ മാത്രമല്ല അങ്ങനെ കാശും ചിലവാക്കി വീടൊന്നും എടുത്തു കൊടുക്കുന്ന പ്രകൃതമുള്ളവനല്ല.
അശുദ്ധ സംബന്ധമാണ്. ഞാനതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ സാറോട്, സാറ് സത്യം പറഞ്ഞ ഒരാളാണല്ലോ. ഗണേഷിൻ്റെ മുഖത്തിടയ്ക്ക് കുറേ ഇടിച്ച പാടൊക്കെ അത് ഫോട്ടോ ഒക്കെ വന്ന അതെങ്ങനെയായിരുന്നു സാർ അന്വേഷിച്ചായിരുന്നു? അന്വേഷിച്ചു. അത് അവൻ്റെ ഭാര്യ യാമിനി ചെയ്തതാണ്. എന്തിനു വേണ്ടിയായിരുന്നു സാർ ചോദിച്ചോ? അത് അന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂത്തപ്പോൾ ഒരു കസേരയുടെ കമ്പെടുത്തവൾ അടിച്ചതാണ്. ഞാൻ സത്യമേ പറയത്തുള്ളൂ, അത് അടിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി. അവൻ്റെ മൂത്ത ഒരു മകനുണ്ടായിരുന്നു, ആ മകനോട് ഞാൻ ചോദിച്ചു ഈ സംഭവം എന്താണ്. അവനും പറഞ്ഞു അമ്മ അടിച്ചതാണെന്ന് പറഞ്ഞു. അത് സത്യം അവൻ്റെ ഭാഗത്താണ്. അടിച്ചു എന്നുള്ളത് ശരി. അവളും എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എനിക്ക് തീരെ സഹിക്കാൻ വയ്യാതെ അപ്പം ഞാൻ അടിച്ചതെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഗണേഷ് യാമിനി തമ്മിലുള്ള പ്രശ്നം? കാരണം ആദ്യം ഒരു കാലത്ത് ഇവർ അകന്ന് ജീവിച്ചു, പിന്നെ രണ്ടാമത് വീണ്ടും ഇവർ തമ്മിൽ ആദ്യം മുതൽ തന്നെ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലായിരുന്നുള്ളതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനൊക്കെ ഇല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സാമ്പത്തികമല്ല. ഞാൻ ഒന്നാം തരം വീട് വെച്ച് കൊടുത്തു. അവന് ജീവിക്കാനുള്ള ഒരു ന്യായമായ ഒരാൾക്ക് ജീവിക്കാനുള്ള വരുമാനമെല്ലാം കൊടുത്തു. പിന്നെ എന്താണ് അവർ തമ്മിൽ യോജിക്കാതെ പോയെന്നുള്ളത് അവൾ പലതും പറയുന്നു, അവൻ പലതും പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ചയുടെ കാര്യം നമുക്കങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. അവർ വളരെ അടുപ്പമായിരുന്നില്ല. ഒരുമിച്ച് ജീവിച്ചപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഭാര്യയുടെ പൊസസീവ്നെസ് ആയിരിക്കും. അവൻ സിനിമാക്കാരനാണ്, അവിടുന്ന് വരുന്ന സംശയങ്ങളാകാം, പലതും ആകാം. കാരണം സാറിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ സരിതയുമായിട്ട് ഗണേഷിന് ബന്ധമില്ലെന്ന്? ഇതുവരെയുള്ള എൻ്റെ അറിവനുസരിച്ച് ഒരു ബന്ധമില്ല. ഷിബു ബേബിയോൺ പിന്നെ കള്ളം പറയുന്നത്? ഷിബു ബേബിയോൺ കള്ളമേ ഇതുവരെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഷിബുവിന്? ഷിബു കാശുണ്ടാക്കാനും പഴയ പരിചയമൊന്നുമില്ല. പാരമ്പര്യവും ബേബി ജോൺ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ഇതാവുന്നുമില്ലല്ലോ. ഷിബു ബേബി ജോണ് ഉമ്മൻചാണ്ടിയുടെ ഒരു കൂട്ടുപിടിച്ചിട്ട് ഷിബു ബേബി ജോണ് ഞാൻ കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായി മാറി. വർഗീയവാദി, സമുദായവാദിയല്ല. തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സമുദായവും വർഗീയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വർഗീയവാദിയായി. സ്വന്തം സമുദായത്തെ പോലും കൈവിട്ട ആളാണ്. സ്വന്തം ജ്ഞാനസ്ഥാനം കൊടുത്ത, മാമൂസ മുക്കിയ ആ സമുദായത്തെയും വിശ്വാസത്തെയും പോലും ലംഘിച്ച ആളാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരും കൂടിയില്ലല്ലോ. ഈ മധ്യതിരുവിതാംകൂറിൻ്റെ ഈ കുഞ്ഞുകുഞ്ഞ് മറ്റേ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വർഗീയതയാണ് കുറേ വോട്ടെങ്കിലും കിട്ടിയത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വർഗീയതയാണ്. പക്ഷെ ആ വർഗീയതയുടെ റിയാക്ഷൻ അതിനേക്കാൾ കൂടുതലായിപ്പോയി. അത് വല്ലാണ്ട് കൂടിപ്പോയി. ആ റിയാക്ഷൻ വല്ലാണ്ട് കൂടി. ഇപ്പം ഞാൻ ഗണേശനെ ഒരു 3000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്ത് അതിൻ്റെ റിയാക്ഷൻ 5000 വോട്ട് കിട്ടി. കഴിഞ്ഞ തവണ 20,000 വോട്ടിന് ഗണേശൻ ജയിച്ച സ്ഥലത്ത് ഇത്തവണ 25,000-ലേക്ക് പോയി. അതിൻ്റെ റിയാക്ഷനാണ്. പക്ഷേ അവിടെ BJP വോട്ട് കുറേ പിടിക്കുകയും ചെയ്തു. എന്നിട്ടും ഗണേശന് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു 17,000 വോട്ടെങ്കിലും BJP പിടിച്ചു. ഈ BJP എന്ന് പറഞ്ഞാൽ നായർ മാത്രമൊന്നുമല്ല, അങ്ങനെ തിരിച്ചറിയുക. ഇത്തവണ വെള്ളാപ്പള്ളിയുടെ കുറേ വോട്ടുണ്ടായിരുന്നു BJPക്ക്. അത് കഴിഞ്ഞ തവണ ഇടതിന് കിട്ടിയ വോട്ടാണ്, അത് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ നായർ വോട്ടിനും കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വകർമ്മജൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം ഇത്തവണ BJPക്കാണ് വോട്ട് ചെയ്തത്. ഇവിടൊക്കെ കുറച്ചരിയൻ വോട്ട്. ഇപ്പം ഗണേശന് കിട്ടിയ ഒരു 15,000 വോട്ടെങ്കിലും ഇത്തവണ BJPക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു 30 കഴിയേണ്ടതാണ്. പക്ഷെ ഗണേശന് കിട്ടിയ ഒരു നല്ല വിഭാഗം വോട്ട് ഉമ്മൻചാണ്ടിയുടെ ഈ വർഗീയത മൂലം തിരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ മറിച്ചുണ്ടായിട്ടുണ്ട്. ഈ ഷിബു ബേബിയോണ് ഇപ്പോൾ ഗണേശനെതിരെ ശത്രുവായി കണ്ടുകൊണ്ട് ഗണേശനെതിരെ നിരന്തര ആരോപണം ഉന്നയിക്കുകയാണ്. ഗണേശൻ്റെ പിതാവ് എന്നുള്ള നിലയ്ക്ക് ഷിബു ബേബി ജോണിന് അങ്ങേക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
ഞാൻ അതിനെപ്പറ്റി ഒരു വരിയ പറയുന്നു. ഈ നമ്മുടെ മധ്യരാങ്കുള്ള പഴഞ്ചൊല്ലുണ്ട്, ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനിയാം എന്നോട് താതനെ ഓർക്കണം. ഞാൻ ഓർക്കുന്നത് യവനൊരു അശക്തനാണെങ്കിലും അവൻ്റെ താതനായ ബേബി ജോണിനോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. അവൻ്റെ അമ്മയോടും അത് തന്നെയാണ്. ആ കുടുംബത്തോട് എനിക്ക് സ്നേഹമുണ്ട്. അവനെ ഗുണദോഷിച്ചാൽ നന്നാകത്തില്ല. ഞാൻ അവനോടൊരു ശുപാർശയ്ക്കും പോയിട്ടില്ല. അവനെ നന്നായി ജീവിക്കട്ടെ. ഞാൻ അവൻ്റെ താതനെ ഓർക്കുന്നു, ബേബി ജോണിന്. അത്രയുള്ളൊരു മറുപടി.